Second week of Financial Accounting, ninth module, Hire Purchase and Installment System. Introduction of Hire Purchase and Installment System. When a person is not able to purchase an assets against immediate cash payment, he may make some arrangement with the seller to make payment in installment. This type of business arrangement may take the form of either hire purchase or installment selling. Under this system, both buyer and seller are benefited. അതായത് റൊക്കം ക്യാഷ് കൊടുത്തുകൊണ്ട് ഒരു അസറ്റ് വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അസറ്റ് വാങ്ങുന്ന വ്യക്തിക്ക് അസറ്റ് വിൽപ്പന ചെയ്യുന്ന വ്യക്തി തവണ വ്യവസ്ഥകളായി പ്രസ്തുത അസറ്റിന്റെ ക്യാഷ് കൊടുത്തുകൊണ്ട് ഏർപ്പെടുത്തുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വാങ്ങുന്ന വ്യക്തിക്കും വിൽപ്പന നടത്തുന്ന വ്യക്തിക്കും ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ് വാങ്ങുന്ന വ്യക്തിക്ക് പ്രസ്തുത അസറ്റിന്റെ മൊത്തം തുക നൽകാതെ ഇൻസ്റ്റാൾമെന്റ് തുക നൽകുന്നത് വഴി പ്രസ്തുത അസറ്റ് ഉപയോഗിക്കുവാൻ കഴിയുകയും ഇതുവഴി വിൽപ്പന ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ സെയിൽസ് മാർജിൻ ഉയർത്താനും പറ്റുന്നു. മീനിങ് ഓഫ് ഹയർ പർച്ചേസ്. Hire purchase is a system under which the buyers enters into an agreement with the seller to pay the price of the goods purchased in installment. The purchaser gets possession of the goods immediately on paying the first installment, but purchaser does not get ownership. Purchaser becomes the owner only after the last installment is paid. Under this system, if the buyer fails to pay any installment, the seller has a right to take back the goods. ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അസറ്റ് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റിന്റെ അടിസ്ഥാനം എന്നത് വെച്ചാൽ ഒരു പ്രസ്തുത അസറ്റിന്റെ മൊത്തം തുകയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു തവണ വ്യവസ്ഥയിൽ ഒരു നിശ്ചിത തുക പർച്ചേസർ സെല്ലർക്ക് നൽകിയ ഉടനെ തന്നെ ആ അസറ്റിന്റെ കൈവശാവകാശം വാങ്ങുന്ന വ്യക്തിക്ക് ലഭിക്കുകയും എന്നാൽ അതിന്റെ ഉടമസ്ഥാവകാശം ആ വാങ്ങുന്ന വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ആ പ്രസ്തുത അസറ്റിന്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൂടി വാങ്ങുന്ന വ്യക്തി അടച്ചു തീർത്തിരിക്കണം. ഇതിൽ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർ ദി സിസ്റ്റം ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ എനി ഇൻസ്റ്റാൾമെന്റ്, ദ സെല്ലർ ഹാസ് എ റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. ഏതെങ്കിലും കാരണവശാൽ ഇൻസ്റ്റാൾമെന്റ് അടക്കുന്നതിൽ വാങ്ങുന്ന ആൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ സെല്ലർക്ക് പ്രസ്തുത അസറ്റ് തിരിച്ചെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഈ സിസ്റ്റത്തെയാണ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽ. Let us discuss what are the difference between hire purchase and sale. Number 1, under sales, ownership is transferred at the time of purchase. But under hire purchase system,
ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. സെയിൽസില് ഒരു അസറ്റിന്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്ന സമയത്ത് തന്നെ വാങ്ങുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം ഉടമസ്ഥാവകാശം ലഭിക്കണമെങ്കിൽ വാങ്ങുന്ന വ്യക്തി മുഴുവൻ ഇൻസ്റ്റാൾമെന്റും അടച്ചു തീർത്തതിന് ശേഷം മാത്രമേ അയാൾക്ക് അസറ്റിന്റെ മേലുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. സെക്കൻഡ് വൺ, ഇൻ കേസ് ഓഫ് സെയിൽസ്, payment of price is generally made in lump sum. But in case of hire purchase, payment of price is always made by installment. സെയിൽസില് അസറ്റിന്റെ വില മൊത്തമായിട്ടാണ് നൽകുന്നത്. എന്നാൽ ഹയർ പർച്ചേസിൽ പ്രസ്തുത അസറ്റിന്റെ വില തവണ വ്യവസ്ഥകളായിട്ടാണ് നൽകുന്നത്. തേർഡ് വൺ, in case of sale on credit, the seller can sue the buyer for the payment of price outstanding. But under hire purchase system, seller can take back the goods in case of default by the buyer in payment of any installment. സെയിൽസ് വ്യവസ്ഥയിൽ കടത്തിലാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ വാങ്ങുന്ന വ്യക്തി ബാലൻസ് തുക വല്ലതും നൽകാനുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വിൽപ്പനക്കാരന് അവകാശമുണ്ട്. എന്നാൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ വാങ്ങിയ വ്യക്തി വീഴ്ച വരുത്തുകയാണെങ്കിൽ the seller have a right to take back the goods. സെല്ലർക്ക് ആ പ്രസ്തുത അസറ്റ്സ് തിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതായി. ഫിഫ്ത്ത് വൺ, ഇൻ കേസ് ഓഫ് സെയിൽ, purchaser's position is like that of an owner. But in case of hire purchase, the purchaser's position is like that of a bailey. സെയിൽസിന്റെ രീതിയിൽ വാങ്ങുന്ന വ്യക്തിയുടെ സ്ഥാനം ഉടമസ്ഥനാണ്. എന്നാൽ ഹയർ പർച്ചേസിൽ വാങ്ങുന്ന വ്യക്തിയുടെ സ്ഥാനം ബെയിലിയാണ്. സിക്സ്ത് വൺ, ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ ഇമ്മീഡിയറ്റ് ക്യാഷ്, the price does not include any interest. But under hire purchase, the installment include interest. സെയിൽസില് റൊക്കം ക്യാഷ് കൊടുത്താണ് സാധനം വാങ്ങുന്നത്. ആ മൊത്തം തുകയിൽ ഒരു കാരണവശാലും പലിശ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നതിൽ പലിശയും കൂടി ഉൾപ്പെട്ടിരിക്കും. Next topic, the basic terms used in hire purchase agreement. Most important one. First one, hirer. Second one, hire vendor. Third one, cash price. Fourth one, down payment. Fifth one, hire purchase price. Sixth one, hire purchase charges. Let us discuss these type of important terms used in hire purchase agreement. Number one, hirer. Hirer means the person who obtained or has obtained the possession of the goods from the owner under hire purchase agreement. The hirer is also known as hire purchaser or HP buyer. ആരാണോ തവണ വ്യവസ്ഥയിൽ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം സാധനങ്ങൾ വാങ്ങുന്നത് ആ വ്യക്തിയെയാണ് ഹയറർ
അല്ലെങ്കിൽ ഹയർ പർച്ചേസർ അല്ലെങ്കിൽ HP ബയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഹയർ വെൻഡർ. Hire vendor is the seller or owner in a hire purchase agreement. He is the person who delivers or had delivered the possession of the goods to the hirer under hire purchase agreement. Listen, hire vendor is the seller or owner in a hire purchase agreement. He is the person who delivers or had delivered the possession of the goods to the hirer under hire purchase agreement. ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം ആരാണോ സാധനങ്ങൾ തവണ വ്യവസ്ഥയിൽ വിൽക്കുന്നത് ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് ഹയർ വെൻഡർ എന്ന്. ഹീസ് എ സെല്ലർ ഓർ ഓണർ ഓഫ് ദ ഗുഡ്സ്. നെക്സ്റ്റ് ടേം, ക്യാഷ് പ്രൈസ്. Cash price means the price at which goods can be purchased by the hirer for ready cash. തവണ വ്യവസ്ഥയിലല്ലാതെ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് സാധനം വാങ്ങുന്നതെങ്കിൽ കൊടുക്കേണ്ട തുകയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡൗൺ പേയ്മെന്റ്. ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ പേയ്മെന്റ് മെയ്ഡ് at the time of signing of the hire purchase agreement. It is the nature of deposit and it does not include any interest. ഡൗൺ പേയ്മെന്റ് ഓർ ഇനീഷ്യൽ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം നമ്മൾ ഫസ്റ്റ് നൽകുന്ന തുകക്കാണ് ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൈസിൽ നിന്ന് അല്ലെങ്കിൽ അസറ്റിന്റെ മൊത്തം തുകയിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് കഴിച്ച് ബാക്കിയുള്ള തുകയാണ് പല ഇൻസ്റ്റാൾമെന്റ് ആയി ഹയർ പർച്ചേസർ അടക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ പേയ്മെന്റ് at the time of signing the agreement. It is the nature of deposits, but it does not include any interest. Next, hire purchase price. It is the amount payable for the goods purchased under hire purchase system. Hire purchase price is the amount payable for the goods purchased under hire purchase system. It includes the cash price and interest of the future installment. Hire purchase price, mathematically, hire purchase price is equal to cash price plus interest on outstanding balances. അതായത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീരുമ്പോൾ ക്യാഷ് പ്രൈസിൽ കൂടുതലായിട്ടാണ് സാധാരണയായി അടക്കുന്നത്. എക്സാമ്പിള്, 5 ലക്ഷം രൂപ വിലയുള്ള ഒരു അസറ്റ് റെഡി ക്യാഷിൽ വാങ്ങുമ്പോൾ 5 ലക്ഷമാണ്. എന്നാൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം വാങ്ങുമ്പോൾ 5 ലക്ഷവും അതിൻ്റെ കൂടെ നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഈക്വൽ ടു cash price plus interest on outstanding balances. Next, hire purchase charges. This is the difference between hire purchase price and cash price. These charges are popularly known as interest. Mathematically, interest is equal to hire purchase price minus cash price. Hire purchase priceum ക്യാഷ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റിനെയാണ് ഹയർ പർച്ചേസ് ചാർജസ് എന്ന് പറയുന്നത്.